ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില സംസാരിക്കുകയാണ്. ആദില ആദ്യം അനുമോളെ പറ്റി പറയുന്നുണ്ട്. ഞാനും ഇവിടെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ അനുക്കുട്ടി ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ തന്നെ സോൾവ് ചെയ്ത് പുറത്തിറങ്ങുമ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിഷമിച്ചിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അനുക്കുട്ടി ചേച്ചി. പിന്നെ നൂറ പോത്ത് പോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ പറഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാനും അനുക്കുട്ടി ചേച്ചിയും കൂടെ സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വരെ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല, എല്ലാം ഇവിടെ കളഞ്ഞിട്ടേ പോകത്തുള്ളൂ. പുറത്തിറങ്ങി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനുക്കുട്ടി ചേച്ചിക്ക് അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടരാമെന്ന് പറയുന്നു. അനുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ജിഷ്ണിരുന്ന് പറയുന്നുണ്ട് അതൊരു ഹഗ്ഗ് കൊടുക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ ചെന്ന് ഹഗ്ഗ് ചെയ്യുന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പം അനുമോൾ ഒന്നും പിണക്കം കാണിക്കാതെ ചെന്നിട്ട് ഹഗ്ഗ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുറേ പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശൈത്യയുടെ കാര്യം പറഞ്ഞു. ശൈത്യയുടെ സ്വഭാവവും നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിന്നെ മനസ്സിലാക്കുന്ന ജെന്യുവനായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടും, നീ അതിനകത്ത് വിഷമിക്കേണ്ട. അന്നേരം ശൈത്യയുടെ ഒരു കള്ളക്കരച്ചിലൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞത് നെവിൻ്റെ കാര്യമാണ്. ഞാനും ഈ അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാനവിടെ അനുമോൾ ആ സോഫയിലിരുന്നപ്പം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ വേട്ടാവളിയൻ അവിടേക്ക് വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് എണ്ണീറ്റ് പോയി. ഈ വെട്ടുപോത്തിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടിരുന്നതായിരുന്നു. അപ്പോഴാണ് ഇവൻ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നെവിൻ വന്നിട്ട് അതിലെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിലാഷ് ഏട്ടൻ എന്നും വന്നിട്ടൊരു ഗുഡ് മോർണിംഗ് പറയാറുണ്ടായിരുന്നു. അതെനിക്ക് ജെന്യുവനായിട്ടല്ല തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പം മനസ്സിലായി പുള്ളിക്കാരൻ്റെ ഗെയിം സ്ട്രാറ്റജി ഒന്നും അല്ല, പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. അങ്ങനെ ഒരാളിൻ്റെ പോലും പേരില്ലാതെ കുറേ പേരുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തും അതില്ല, ഇത് മോർണിംഗ് ആക്ടിവിറ്റി ഈവനിങ് ആക്ടിവിറ്റി ആക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ പേരും പറയുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസിക്കയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഷാനവാസിക്കയുടെ സീരിയലൊക്കെ ഞാനും ബേബിയും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു കാണുന്നത്. രാത്രിയിലൊക്കെ ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ ടി വിയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ഈ മനുഷ്യനെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു കെയറിങ്, അത് എന്തോ ഒരു മനസ്സിനെ അങ്ങ് വല്ലാതെ ഇതാക്കിയതാണ്. അങ്ങനെ ഷാനവാസിനെ കുറച്ച് പൂഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റായിരുന്നു. സരിക കലാഭവൻ്റെ കാര്യമാണത്. സരിക ചേച്ചി ഏത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഇടയ്ക്ക് കയറി പൊതുജനങ്ങൾക്ക് മനസ്സിലായി സരികയുടെ കളി എന്തുവെന്ന്. പക്ഷേ ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും സരിക ചേച്ചി വന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നിർത്താതെ എല്ലാ ആൾക്കാരുടെയും ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസിന് മനസ്സിലായി ഇത് ഇവിടെ അങ്ങ് നിർത്തത്തില്ല. അങ്ങനെ ബിഗ് ബോസ് ബസറടിച്ച് നിർത്തിച്ചു.